മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 23 ചൊവ്വ. വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വഷളായ പ്രകടനമാണ് അധികാരത്തിന്റെ പിൻബലത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊളിയജ്ഞം. അസഹിഷ്ണുതയുടെയും അപരവിദ്വേഷത്തിന്റെയും പൊളിച്ചടുക്കൽ രാഷ്ട്രീയവുമായി ഭരണകൂടങ്ങൾ മുന്നോട്ടു പോകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. തീവ്ര പൊളിയജ്ഞവുമായി BJP സർക്കാരുകൾ. അസഹിഷ്ണുതയുടെയും അപരവിദ്വേഷത്തിന്റെയും പൊളിച്ചടുക്കൽ രാഷ്ട്രീയവുമായി വിവിധ സംസ്ഥാനങ്ങളിലെ സംഘപരിവാർ ഭരണകൂടങ്ങൾ മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലായി പള്ളികൾ, മദ്രസകൾ, ഈദ്ഗാഹുകൾ, ദർഗകൾ എന്നിങ്ങനെ 20-ലേറെ കെട്ടിടങ്ങൾ നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് അധികൃതർ നിലംപരിശാക്കി. ഇക്കഴിഞ്ഞ മെയ് മാസം മുതൽ ഇതുവരെയായി 23 പള്ളികളും പള്ളിക്കൂടങ്ങളും ദർഗകളുമാണ് ബുൾഡോസർ രാജ് തകർത്തു കളഞ്ഞത്. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 1000-ലേറെ വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഗഞ്ച് ഷഹീദാൻ മസ്ജിദ് ഏതു നിമിഷവും ബുൾഡോസറിന് ഇരയാകുന്ന നിലയിലാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതാനും ആഴ്ചകളായി മുസ്ലിം ആരാധനാലയങ്ങളും മന്ദിരങ്ങളും ദർഗകളും തകർക്കുന്ന തീവ്രയജ്ഞ പരിപാടി നടന്നുവരികയാണ്. അനധികൃത നിർമ്മാണം എന്ന പേരിലാണ് ഈ ധ്വംസന പരിപാടി നടന്നുവരുന്നതെങ്കിലും പൊളിക്കാനെത്തുന്ന അധികൃതർ അതിനു മുന്നോടിയായി പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ലെന്ന് ഏതാണ്ട് എല്ലായിടത്തു നിന്നും വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. മുൻകൂട്ടി നോട്ടീസ് നൽകുക, അനധികൃത നിർമ്മാണമാണ് കാരണമെങ്കിൽ അക്കാര്യത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉന്നവയ്ക്കാതെ എല്ലാവർക്കും നിയമം തുല്യമായി ബാധകമാക്കുക, മതപൈതൃക സ്വത്തുകൾ സംരക്ഷിക്കുക, മതഭേദമന്യേ നടപടികൾ സുതാര്യമായി കൈക്കൊള്ളുക തുടങ്ങിയ സാമാന്യ മര്യാദകളോ നിയമാനുസൃത രീതികളോ ഒന്നും ഈ പൊളിയജ്ഞത്തിൽ പരിഗണിക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏത് നിമിഷവും നിഷ്കാസനത്തിന്റെ മഴ വീഴുന്നതും കാത്തിരിക്കുന്ന UPയിലെ കാശി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഗഞ്ച് ഷഹീദാൻ പള്ളി. റെയിൽവേ സ്റ്റേഷൻ വിപുലീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ അധികൃതർ ഷഹീദാൻ പള്ളി നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് ഒഴിയാൻ ആവശ്യപ്പെട്ട് ജൂൺ 13 നോട്ടീസ് നൽകി. ഒരാഴ്ചയായിരുന്നു സ്ഥലം ഒഴിയാൻ നൽകിയ സമയം. ഒഴിഞ്ഞില്ലെങ്കിൽ ഏത് നിമിഷവും പള്ളി പൊളിക്കുമെന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും ഔദ്യോഗികമായ ഒപ്പോ അധികൃതരുടെ പേരുവിവരമോ ഉണ്ടായിരുന്നില്ല. ബനാറസിന്റെ ചരിത്രമനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ വരുന്നതിന് മുമ്പ് അവിടെ പള്ളിയുണ്ട്. പള്ളി പണിതത് ക്രിസ്തുവർഷം 1624-25 1883-84 ബനാറസ് സെറ്റിൽമെന്റ് മാപ്പിൽ പള്ളി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നതാകട്ടെ 1887-ലും 1967 വഖഫ് ബോർഡിൽ പള്ളി രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാമായിരിക്കെയാണ് അനധികൃതമായി നിർമ്മിച്ചതാണ് പള്ളി എന്ന അവകാശവാദവുമായി അത് പൊളിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിച്ചിരിക്കുകയാണ്. UPയിലെ തന്നെ സംഭലിൽ പള്ളിയും ദർഗയും ഈദ്ഗാഹുമൊക്കെ 1-2 നാളുകൾക്കുള്ളിലാണ് തകർത്ത് തരിപ്പണമാക്കിയത്. സമാന സംഭവങ്ങൾ ഡൽഹി, മുംബൈ, പൂനെ, ജയ്പൂർ എന്നിവിടങ്ങളിലും ആവർത്തിച്ചു. അനധികൃത മുസ്ലിം ആരാധനാലയങ്ങളുടെ പൊളി തുടങ്ങിയ രാജസ്ഥാനിലാകട്ടെ ആ യജ്ഞം സജീവമാക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന്റെ നിർദ്ദേശം പ്രേരണയാവുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ മെയ് 27 ജയ്പൂരിൽ അതിർത്തി ജില്ലകളായ ബിക്കാനീർ, ജയ്സാൽമീർ, ബാർമീർ, ശ്രീഗംഗാനഗർ, ഫാലോഡി എന്നിവിടങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരെയും SP-മാരെയും വിളിച്ചു ചേർത്തിരുന്നു. പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്ററിനകത്തുള്ള എല്ലാ അനധികൃത കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും പൊളിച്ചു നീക്കാൻ അമിത്ഷാ ജില്ലാ അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ ഈ പ്രസ്താവനയെ തുടർന്ന് ബിക്കാനീറിൽ മുസ്ലിം ആരാധനാലയങ്ങളും മദ്രസകളും പൊളിച്ചു നീക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അമിത്ഷായുടെ നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് അതിർത്തി ദേശങ്ങളിലെ മുസ്ലിം പള്ളികളും ദർഗകളും മറ്റും പൊളിച്ചു നീക്കാൻ സംസ്ഥാനത്തെ BJP സർക്കാർ ആവേശത്തോടെ ഇറങ്ങിയിരിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അതിർത്തി ജില്ലകളിൽ സാഹോദര്യത്തോടെ കഴിഞ്ഞുവന്ന വിവിധ സമുദായങ്ങൾക്കിടയിൽ ശൈഥില്യവും സംഘർഷങ്ങളും ഉണ്ടാക്കാനേ അത് ഉതകുകയുള്ളൂവെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമാധാനാന്തരീക്ഷത്തിൽ കഴിയുന്ന അതിർത്തികളിൽ അസ്വസ്ഥത വിതറിയാൽ നഷ്ടം ആർക്കാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ വൈരം വിതച്ച് വിനാശത്തിലൂടെയാണെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഒരു കൂട്ടർ ഇറങ്ങിത്തിരിച്ചാൽ എന്തു ചെയ്യും? രാജസ്ഥാനിലെ പള്ളിപ്പൊളിക്കെതിരായി അസദുദ്ദീൻ ഉവൈസിയുടെ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീനും APCR പോലുള്ള പൗരാവകാശ സന്നദ്ധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള തിടുക്കത്തിൽ സർക്കാരും നിയമാനുസൃതമല്ല നീങ്ങുന്നതെന്ന് ഇതുവരെ കഴിഞ്ഞ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അമേരിക്ക ആസ്ഥാനമായുള്ള ജസ്റ്റിസ് ഫോർ ഓൾ എന്ന NGO സംഘപരിവാർ അധികാരത്തിന്റെ പിൻബലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊളിയജ്ഞം വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വഷളായ പ്രകടനമാണെന്ന് അഭിപ്രായപ്പെടുന്നു. ഇതിനെതിരെ രാജ്യത്തെ ബുദ്ധിജീവികളും പൗരാവകാശ സംഘങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചണിനിരന്നില്ലെങ്കിൽ കൂടുതൽ കാലുഷ്യത്തിലേക്കാവും രാജ്യത്തിന്റെ പോക്കെന്ന അവരുടെ മുന്നറിയിപ്പ് രാജ്യസ്നേഹികൾക്ക് തള്ളിക്കളയാനാവില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.